നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് എല്ലാവരും തന്നെ ബിസിനസ്സിലോട്ട് വരുന്നു. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡ്, ഇപ്പോൾ ബൺമസ്ക് ഒക്കെ പോലുള്ള ബ്രാൻഡുകൾ കാണുമ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ടൈമിൽ ഇവരെല്ലാം ആക്ച്വലി ഈ ട്രേഡ് മാർക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ് ഒരു ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, എന്താണ് ട്രേഡ് മാർക്ക്, ആ ട്രേഡ് മാർക്ക് എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത്. ഒന്ന്, ട്രേഡ് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വിഷ്വലി കാണാൻ കഴിയുന്നത്, ഇപ്പോൾ ഒരു ബിസിനസ്സിൽ വിഷ്വലി കാണാൻ കഴിയുന്ന എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെയാണ്. ഒന്ന് അതിന്റെ പേരാവാം, മറ്റൊന്ന് അതിന്റെ ലോഗോ ആവാം, കളർ തീം ആവാം. ഇപ്പോൾ ഫ്രൂട്ട് ബേ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കളർ തീം ഉണ്ടല്ലോ, ആ ഒരു ഗ്രേഡിയന്റ്, അത് നമുക്ക് ഗ്രാഫിക്കലി ഈ ബ്രാൻഡിനെ റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആ ബ്രാൻഡ് ഉപയോഗിക്കുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ജിങ്കിൾസ്, ചില ബ്രാൻഡുകൾക്ക് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു ഇൻട്രോ സൗണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ബ്രിട്ടാനിയുടെ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു ടിങ് 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 എന്ന് പറയുന്ന സൗണ്ട്, ഇതെല്ലാം നമുക്ക് ഇതാണെങ്കിൽ നമുക്ക് ഗ്രാഫിക്കലി നൊട്ടേഷൻ നമുക്ക് എഴുതാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന, ഈവൻ പാക്കേജ് ഡിസൈനിങ്ങും അതിനകത്ത് വരും. ഇത്തരത്തിൽ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. റൈറ്റ്, ഈ ട്രേഡിന്റെ മാർക്ക്, റൈറ്റ്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന, അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർക്ക്, ഇതിനാണ് ട്രേഡ് മാർക്ക് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. ഇനി ഇതിനെ നമ്മൾ ലീഗലി രജിസ്റ്റർ ചെയ്യുന്നതിനെ പറയുന്നതാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ നമ്മൾ ലീഗലി രജിസ്റ്റർ ചെയ്യുന്നതിന്. അപ്പം ഇത് മാൻഡേറ്ററി ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ല. ആ മാൻഡേറ്ററി അല്ലാതെ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് ഇടയാക്കുന്നതും, അല്ലെങ്കിൽ അതിലേക്ക് വഴിതെളിക്കുന്നത്. കാരണം ഒരു ബിസിനസ്, ഒരു ചെറിയ ബഡ്ജറ്റ് ലെവലിൽ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി ഡെഫിനറ്റ്ലി അവൻ ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് നോക്കും. അപ്പോൾ ലിസ്റ്റ് എടുക്കുന്നു എന്തെല്ലാം രജിസ്ട്രേഷൻസ് ആണ് മാൻഡേറ്ററി ആയിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണ്ടത്. അവിടെ ഇപ്പോൾ ഫുഡ് പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ആണെങ്കിൽ FSI വരുന്നു, മാൻഡേറ്ററി ആയിട്ട് വേണം, പാക്കർ ലൈസൻസ് വേണം, GST വേണം. അപ്പം ഇതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. അവിടെ ഇഗ്നോർ ചെയ്യാൻ കഴിയുന്നത് ട്രേഡ് മാർക്കാണ്. അപ്പോൾ സ്വാഭാവികമാണ്, കാരണം അതിന് പൈസ സ്പെൻഡ് ചെയ്യേണ്ടതല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഇഗ്നോർ ചെയ്യും. പക്ഷേ ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അത്തരത്തിൽ ഇഗ്നോർ ചെയ്തിട്ട് പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സമയത്ത് ഈ പേര് അവൈലബിൾ ആവണമെന്നില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് പാക്കിംഗ് കവേഴ്സ്, കാരണം ഒരു FMCG ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നതാണ് ഇതിൻ്റെ പാക്കിംഗ് കവർ ഡിസൈനിങ്ങും അതിൻ്റെ ഈ പ്രൊഡക്ഷനും എല്ലാം. അപ്പം അത് ഹൈ ക്വാണ്ടിറ്റിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എല്ലാം ഉണ്ട്. അപ്പം ഇതിലെല്ലാത്തിലും ഈ പറയുന്ന ബ്രാൻഡ് നെയിമും ലോഗോവും എല്ലാം അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ഒരു സമയത്താണ് മനസ്സിലാക്കുന്നത് ഈ പേരിൽ ഓൾറെഡി ഒരു ബ്രാൻഡ് ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇതെല്ലാം ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ട് വരും, പുതിയ ബ്രാൻഡ് നെയിം നോക്കേണ്ടതായിട്ട് വരും. കാരണം ഇത് മാൻഡേറ്ററി അല്ല. അപ്പോൾ മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് ഇത് ഇഗ്നോർ ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പിന്നീടായിരിക്കും അനുഭവിക്കുന്നത്. അപ്പം ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ എപ്പോഴും ഫയൽ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു, ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുന്നു, അതിൻ്റെ ആൾസ് ഒരു പേരിലേക്ക് എത്തുന്നു. വൺസ് പേരിലേക്ക് എത്തി ഈ പേര് മതി എന്ന് ഫൈനലൈസ് ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റ് തന്നെ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്, പിന്നീട് അടുത്ത മാസം ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസ് ഒന്ന് റൺ ചെയ്തിട്ട് ഫണ്ട് വന്നിട്ട് ചെയ്യാം. മാറ്റി വെക്കരുത്. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു എമൗണ്ട് നമ്മൾ ആദ്യമേ തന്നെ ബഡ്ജറ്റിംഗിൽ ഏറ്റവും ആദ്യം മാറ്റി വെക്കേണ്ട ഒരു കാര്യവും അത് തന്നെയാണ് ഈ പറയുന്ന ട്രേഡ് മാർക്കിന്റെ എമൗണ്ട്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു ഫീസ് സ്ട്രക്ചറിങ് ഒക്കെ എങ്ങനെയായിരിക്കും വരുന്നത്? നമുക്ക് ഒരു ഹൈലി ഇതിലായിരിക്കും വരിക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലായിരിക്കും വരുന്നത്? ശരിയും അഫോർഡബിലിറ്റി വളരെ സബ്ജക്റ്റീവ് ആണ്. കാരണം ഓരോരുത്തർക്ക് ഇപ്പോൾ എനിക്ക് അഫോർഡബിൾ ആവുന്ന ഒരു കാര്യമായിരിക്കില്ല മറ്റൊരാൾക്ക് അഫോർഡബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അഫോർഡബിൾ അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഫീസ് വരുന്നത് നമുക്ക് ഗവൺമെന്റ് ഫീസ് മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ വളരെ കുറവാണ് ഫീസ്, ഗവൺമെന്റ് ഫീസ് വരുന്നത്. നമുക്ക് 9,000 റുപ്പീസാണ് ഗവൺമെന്റ് ഫീസ് വരുന്നത്. പക്ഷേ നമുക്ക് സബ്സിഡി കിട്ടും. സബ്സിഡി കിട്ടുന്നത് ഇൻഡിവിജ്വൽ ഒരു പ്രൊപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ 50% സബ്സിഡി കിട്ടും. MSME ബിസിനസ്സുകൾ, അതായത് ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡോ LLP പാർട്ട്ണർഷിപ്പോ ആണ്, പക്ഷേ MSME രജിസ്ട്രേഷൻ കൂടി എടുത്തിട്ടുണ്ട്. സോ 50% അവിടെ സബ്സിഡി കിട്ടും. സോ 4,500 ആയിരിക്കും ഗവൺമെന്റ് ഫീസ് മാത്രമായിട്ട് വരുന്നത്. ബാക്കി പ്രൊഫഷണൽ ഫീസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു ടൈം പീരീഡ് എങ്ങനെ? ഇപ്പൊ നമുക്ക് ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം എത്ര സമയത്തിൻ്റെ ഉള്ളിൽ നമുക്കിത് ഫുൾ നമ്മുടെ ട്രേഡ് മാർക്കായി നമുക്ക് ആ ഒരു പേര് കിട്ടിയെന്ന് പറയാൻ പറ്റും? എനിക്ക് എപ്പോഴും വരുന്നൊരു പ്രശ്നം ഇതാണ്. കാരണം ആളുകൾ സാറേ 2 വർഷമായി നമ്മൾ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ട് പക്ഷെ ഇതുവരെയായിട്ടും ഒന്നും ആയിട്ടില്ല, എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വരും. ശരിക്കും ലീഗലി 6 മാസം മുതൽ 18 മാസം വരെയാണ്. പക്ഷേ ഇവിടെ ഫീസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് അപ്ലിക്കേഷൻസ് ആണ് പോകുന്നത്. ഇതെല്ലാം അവിടെ ഡീൽ ചെയ്യുന്നത്, രജിസ്ട്രിയിൽ ഡീൽ ചെയ്യുന്നത് മാനുവലി ആണ്. അവർ AI യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് അതിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പെൻഡിങ് അപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ലക്ഷക്കണക്കിന് അപ്ലിക്കേഷൻസ് ഇപ്പോഴും പെൻഡിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിനേഷന് തന്നെ ഏകദേശം 1.5 വർഷത്തിനടുത്ത് സമയം എടുക്കാറുണ്ട്. അപ്പം ഒരു 2 വർഷമൊക്കെ എന്തായാലും
ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം എടുക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് വരുന്ന ഈ 2026 ഒരുപക്ഷെ മാറ്റം സംഭവിച്ചേക്കാം. പക്ഷെ ഇവിടെ വലിയൊരു പ്രശ്നം ഇതാണ്, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പം എന്ത് വിശ്വസിച്ചിട്ട് ഞാൻ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും? കാരണം 1.5 വർഷം 2 വർഷമൊക്കെ ഒരു വെയിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണല്ലോ. പേര് കിട്ടുമോ കിട്ടില്ല എന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പം എന്ത് വിശ്വസിക്കാനായിട്ട് കഴിയും? അവിടെയാണ് ഈ പറയുന്ന ട്രേഡ് മാർക്ക് കൺസൾട്ടന്റിന്റെ പ്രസക്തി വരുന്നത്. കാരണം കൺസൾട്ടൻസിന് അറിയാം ഇത്രയും ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പേര് കിട്ടുമോ കിട്ടില്ലയോ, അല്ലെങ്കിൽ ഏകദേശം കിട്ടാതിരിക്കാനായിട്ടുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, കിട്ടാനായിട്ടുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് അറിയാം. ഇപ്പം ആ ഒരു ഉറപ്പിന്റെ പുറത്ത് എങ്കിലും ഒരിക്കലും 100% അഷുറൻസ് പറയാൻ കഴിയത്തില്ല. ആരെങ്കിലും നിങ്ങളോട് 100% ഉറപ്പായിട്ടും ഈ പേര് ഞങ്ങൾ ട്രേഡ് മാർക്ക് എടുത്തു തരാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പാമാണ്. അത് ശുദ്ധ തട്ടിപ്പാണ്. കാരണം ഒരിക്കലും 100% അഷുറൻസ് ആർക്കും തരാൻ കഴിയത്തില്ല. ഞങ്ങൾ മാക്സിമം കൊടുക്കുന്ന 80% ആണ്. അതിനുള്ള കാരണം ട്രേഡ് മാർക്കിൽ ഒപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീഡിംഗ് ഉണ്ട്. ഈ ഒപ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടീസിനെ, നമ്മുടെ പേരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒപ്പോസിഷൻ ഫയൽ ചെയ്യാനായിട്ട് കഴിയും. കാരണം ഇത് ജേർണലിൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 4 മാസം ജേർണലിൽ പബ്ലിഷ് ചെയ്യും ആ സമയത്ത്. അപ്പം ആർക്ക് വേണമെങ്കിൽ ഒപ്പോസിഷൻ ഫയൽ ചെയ്യാം. സോ ഇത് നമുക്ക് ഒരിക്കലും പ്രൊഡിക്ട് ചെയ്യാൻ കഴിയത്തില്ല. ഏതൊരു കൺസൾട്ടന്റിനും ഇതൊരിക്കലും പ്രൊഡിക്ട് ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കൊടുക്കണം. അത് കുറച്ചധികം സമയം എടുക്കണം. അതിനുള്ള എവിഡൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഹിയറിംഗിലേക്ക് പോകും. സോ ഇതൊരു അല്പം സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും ഒരു ഡിലേ വരുത്തി കഴിഞ്ഞാൽ, സ്പെഷ്യലി ക്ലയന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സമയത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് പേയ്മെന്റ് തരാത്ത വിഷയം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഡിലേ ആക്കി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ റിഫ്യൂസൽ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മളൊരു ഇതുപോലെ ചെയ്യുന്ന ഒരു ഏജന്റിന്റെ അടുത്ത് പോകുന്നതാണോ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് വരിക, അതല്ലെങ്കിൽ നമ്മൾക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും? കാരണം എല്ലാവർക്കും ഒരു ഫീസിന്റെ ഒക്കെ പ്രോബ്ലംസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഉണ്ടായിരിക്കുമല്ലോ. അതെ, അങ്ങനെ ടൈമില് നമുക്ക് ഇൻഡിവിജ്വലിയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തു കൊടുക്കാൻ കഴിയുന്നത്, ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ കഴിയുന്നത് 2 കൂട്ടർക്കാണ്. ഒന്ന് ട്രേഡ് മാർക്ക് ഏജന്റ്, മറ്റൊന്ന് ട്രേഡ് മാർക്ക് അറ്റോർണീസ്. ഈ 2 പേർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഞാൻ ഒരു ട്രേഡ് മാർക്ക് ഏജന്റ് ആണ്. നമ്മുടെ ഓർഗനൈസേഷൻ ട്രേഡ് മാർക്ക് അറ്റോർണീസും ഉണ്ട്. അപ്പം ഇൻഡിവിജ്വലിയും അവർക്ക് എടുക്കാം. പക്ഷേ രണ്ടിന്റെയും കോസ്റ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് സെയിം ആയിരിക്കും. കാരണം ഇൻഡിവിജ്വൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ വേണം, റൈറ്റ്? മാത്രമല്ല എല്ലാ സിസ്റ്റത്തിലും അത് സപ്പോർട്ട് ആയി എന്ന് വരത്തില്ല, റൈറ്റ്? അതിന് പ്രത്യേകം ഒരു അത്യാവശ്യം നല്ല സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. മാത്രമല്ല ഇൻ കേസ് എന്തെങ്കിലും ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ഫയൽ ചെയ്യാനായിട്ട് എക്സ്പേർട്ടിനെ കഴിയത്തുള്ളൂ. അപ്പം ആ സമയത്ത് എക്സ്പേർട്ടിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ പവർ ഓഫ് അറ്റോർണി നമ്മൾ ഇതിൽ ഫർണിഷ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന്റെ എക്സ്പെൻസ് എല്ലാം കൂടി ആക്കുന്ന സമയത്ത് ഡബിളോ ത്രിബിളോ. കാരണം ഇതിനകത്ത് കുറച്ചധികം ലീഗൽ കാര്യങ്ങളുണ്ട്. അതിൽ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നത് കൃത്യമായിട്ട് എഴുതണം. മാത്രമല്ല അതിൽ നമ്മൾ ഈ ക്ലാസ് കൊടുക്കുന്നത് പ്രോപ്പറായിട്ട് കൊടുക്കണം. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ റീസബ്മിഷൻ വരും. അല്ലെങ്കിൽ വീണ്ടും സമയം പോകും. മാത്രമല്ല വീണ്ടും ചെലവ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി കുറവ് ത്രൂ ഏജന്റ് അല്ലെങ്കിൽ അറ്റോർണീസ് ചെയ്യുന്നതാണ്. കുറച്ചുകൂടി സേഫ് ആണ്. നമുക്ക് ഇത്രയും ഒരു ടൈം ഇതിനകത്ത് വരുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ ചെയ്തിട്ടൊരു മിസ്റ്റേക്ക് വരുത്താനായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ബ്രാൻഡിന്റെ പേരൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ കഴിയുന്നത്. ഞാൻ അങ്ങനെ ഒന്ന് കേട്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾക്ക് ഒരു ടൈമിൽ അത് എന്തെങ്കിലും റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിന്റെ ഒരു സാധ്യതയെ പറ്റി പറയുവാണെങ്കിൽ, വൺസ് ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മേജർ ചേഞ്ചസ് ഒന്നും വരുത്താൻ കഴിയത്തില്ല. മേജർ ചേഞ്ചസ് ഇൻ ദ സെൻസ് ലോഗോ മാറ്റുന്നു കഴിയത്തില്ല, പേര് മാറ്റുന്നു, പേരിൽ അഡീഷൻ വരുന്നു, സ്പെല്ലിംഗ് മാറ്റുന്നു, പേരിൽ നമുക്ക് മാറ്റാൻ ചെയ്യാൻ കഴിയത്തില്ല, ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ അഡ്രസ് പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് അമെൻഡ് ചെയ്യാം. പക്ഷെ മേജർ ബ്രാൻഡിനെ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും മാറ്റം വരുത്താൻ കഴിയത്തില്ല. ഇനി ഒരു പേര് അപ്ലൈ ചെയ്തിട്ട് അത് റിഫ്യൂസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ പേര് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അതേക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് പോലെയുള്ള കമ്പനീസ് ഒക്കെ വരികയാണ്. ഇപ്പം നമ്മളുടെ ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അവർ ഒരു സബ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡ് നെയിംസ് അതിലെന്തെങ്കിലും അവർ കൊണ്ടുവരാൻ നോക്കുന്ന സമയം, ഇപ്പം ടാറ്റയുടെ തന്നെ ഒരുപാടുണ്ടല്ലോ നമുക്ക് എക്സാമ്പിൾസ് വരാൻ. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് ഇതെല്ലാം നമ്മൾ വരുന്ന സബ് ആയിട്ട് വരുന്ന ബ്രാൻഡുകൾക്ക് എല്ലാ പേരുകൾക്കും നമുക്ക് ട്രേഡ് മാർക്ക് എടുക്കേണ്ടതുണ്ടോ? നമുക്ക് എല്ലാത്തിനും എടുക്കണം. എല്ലാത്തിനും ഇൻ ദ സെൻസ് ഇപ്പോൾ മൾട്ടിപ്പിൾ ബ്രാൻഡുകൾ ഉള്ള സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ട്. അപ്പം ആ ഓരോ പേരിനും ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഒറ്റ അപ്ലിക്കേഷൻ അല്ല നമ്മൾ പലപ്പോഴും ഫയൽ ചെയ്യേണ്ടത്. പേരുണ്ടെങ്കിൽ പേര് തനിച്ച് ഫയൽ ചെയ്യാം, ലോഗോ ഉണ്ടെങ്കിൽ ലോഗോയ്ക്ക് തനിച്ച് ഫയൽ ചെയ്യാം, പേരും ലോഗോയും ചേർന്നുള്ള കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഫയൽ ചെയ്യണം, ആൻഡ് ടാഗ് ലൈൻ ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഫയൽ ചെയ്യണം. ഇത്തരത്തിൽ സെപ്പറേറ്റ് ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ എലമെന്റ്സിനും പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. പക്ഷെ പലരും ചെയ്യുന്ന ഇതാണ്, പേര്, ലോഗോ, ടാഗ് ലൈൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരു അവിയൽ രൂപത്തിൽ അങ്ങ് അപ്ലൈ ചെയ്യാം. കാരണം കാശ് ലാഭിക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫയൽ ചെയ്യും. സംഭവിക്കുന്നതാണ്, ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു എലമെന്റ്സിന് സെപ്പറേറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. മറ്റൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
ലോഗോ മാറ്റിക്കൊണ്ട് സെയിം പേരിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും. റൈറ്റ്. അപ്പോൾ ട്രേഡ് മാർക്ക് നിയമത്തിൽ സെക്ഷൻ 17 ഇത് വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പലരും അത് ശ്രദ്ധിക്കാറില്ല. കാശ് ലാഭിക്കാനായിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് അങ്ങ് അപ്ലൈ ചെയ്യും.